എഡിറ്റേഴ്സ് അവർ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ബി.ജെ.പി ബാന്ധവത്തിന് പിന്നാലെ ജെ.ഡി.യുവിൽ അസ്വാരസ്യം. നിതീഷ് കുമാറുമായുള്ള ബന്ധം വിച്ഛേദിച്ച് കേരള ഘടകം. വേണ്ടിവന്നാൽ എം.പി സ്ഥാനം രാജിവെക്കുമെന്ന് എം.പി വീരേന്ദ്രകുമാർ. യു.ഡി.എഫ് വിടില്ലെന്ന് പ്രതീക്ഷിച്ച് എം.എം. ഹസൻ. നിലപാട് പറഞ്ഞാൽ ചർച്ചയാകാമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. നടിയെ ആക്രമിച്ച കേസിൽ റിമി ടോമിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു പോലീസ്. ചോദ്യം ചെയ്യലല്ല നടന്നതെന്ന് റിമി. ദിലീപുമായി സാമ്പത്തിക ഇടപാടില്ല. കയ്യേറ്റ ആരോപണമുള്ള ദിലീപിന്റെ ഭൂമി അളക്കുന്നു. വിവാദ നായിക വാഗ്ദാനം ചെയ്ത് നടിയെ പീഡിപ്പിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. കോവളം കൊട്ടാരത്തിന്റെ കൈവശാവകാശം രവി പിള്ളയുടെ ആർ.പി. ഗ്രൂപ്പിന് നൽകാൻ മന്ത്രിസഭാ തീരുമാനം. ഉടമസ്ഥാവകാശം സർക്കാരിൽ നിലനിർത്തി. എതിർപ്പുമായി വി.എസ്. വിയോജിപ്പില്ലെന്ന് കാനം. തീരുമാനം കോടതി ഉത്തരവ് പ്രകാരമെന്ന് സർക്കാർ. എം. വിൻസെന്റിന്റെ അറസ്റ്റിനെ ചൊല്ലി സംഘർഷമുണ്ടായ തിരുവനന്തപുരത്ത് മേഖലകളിൽ നിരോധനാജ്ഞ. ജാമ്യം തേടി വിൻസെന്റ് ജില്ലാ സെഷൻസ് കോടതിയിൽ. ജനനേന്ദ്രിയ ഛേദന കേസിൽ സ്വാമി ഗംഗേശാനന്ദയെ അനുകൂലിച്ച് പെൺകുട്ടി ഹൈക്കോടതിയിൽ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പി.യു. ചിത്രയെ ഒഴിവാക്കിയതിൽ ഹൈക്കോടതി കേന്ദ്രത്തോട് വിശദീകരണം തേടി. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റിൽ ഇന്ത്യ 600 റൺസിന് പുറത്ത്. മറുപടി ബാറ്റിംഗിൽ ശ്രീലങ്കയ്ക്ക് 5 വിക്കറ്റ് നഷ്ടം. ബി.ജെ.പി പിന്തുണയോടെ ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഉപമുഖ്യമന്ത്രിയായി ബി.ജെ.പിയിലെ സുശീൽ മോദിയും സത്യപ്രതിജ്ഞ ചെയ്തു. നിതീഷ് മന്ത്രിസഭ നാളെ ബീഹാർ നിയമസഭയിൽ വിശ്വാസ വോട്ട് തേടും. അതേസമയം നിതീഷ് ബി.ജെ.പി പാളയത്തിലേക്ക് പോകുമെന്ന് നേരത്തെ അറിയാമായിരുന്നുവെന്ന് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബീഹാറിൽ നിതീഷ് ബി.ജെ.പി സഖ്യം അധികാരത്തിൽ തിരിച്ചുവരുന്നത്. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് നിതീഷിന്റെ രാജിക്കത്ത് കൈപ്പറ്റിയ ഗവർണർ കേസരിനാഥ് ത്രിപാഠി ഇന്ന് രാവിലെ 10 മണിക്ക് പട്ന രാജ്ഭവനിൽ നടന്ന ലളിതമായ ചടങ്ങിൽ നിതീഷ് കുമാറിനും ഉപമുഖ്യമന്ത്രി സുശീൽ മോദിക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെ ബീഹാർ നിയമസഭയിൽ വിശ്വാസ വോട്ട് തേടിയ ശേഷം നിതീഷ് മന്ത്രിസഭ വികസിപ്പിക്കും. 132 എം.എൽ.എമാരുടെ പിന്തുണയാണ് നിതീഷ് അവകാശപ്പെടുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുതിർന്ന ജെ.ഡി.യു ബി.ജെ.പി നേതാക്കൾ പങ്കെടുത്തുവെങ്കിലും ആർ.ജെ.ഡി നേതാക്കൾ ബഹിഷ്കരിച്ചു. മഹാസഖ്യം പൊളിച്ചതിലൂടെ നിതീഷ് കുമാർ ബീഹാർ ജനതയെ വഞ്ചിച്ചതായി ആർ.ജെ.ഡി നേതാവ് തേജസ്വി യാദവ് ആരോപിച്ചു. മന്ത്രിസഭാ രൂപീകരണത്തിന് ആദ്യം ആർ.ജെ.ഡിയെ ക്ഷണിക്കണമെന്നാവശ്യപ്പെട്ട് ലാലു പ്രസാദ് യാദവിന്റെ മക്കളായ തേജസ്വി യാദവും തേജ് പ്രതാപ് യാദവും ഇന്നലെ അർദ്ധരാത്രി ബീഹാർ ഗവർണർ കേസരിനാഥ് ത്രിപാഠിയെ സന്ദർശിച്ചു. എന്നാൽ ആദ്യം നിതീഷിനെ ക്ഷണിച്ചതിനാൽ ആവശ്യം അംഗീകരിക്കാനാകില്ല എന്ന് ഗവർണർ ഇരുവരെയും അറിയിച്ചു. ഗവർണറുടെ തീരുമാനത്തിനെതിരെ ആർ.ജെ.ഡി കോടതിയെ സമീപിക്കും. പട്നയിൽ ആർ.ജെ.ഡി നടത്തുന്ന പ്രതിഷേധ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇതിനിടെ നിതീഷ് കുമാറിനെതിരെ ശക്തമായ പ്രതികരണവുമായി കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി രംഗത്തെത്തി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാർ ജനത വിധി എഴുതിയത് വർഗീയതയ്ക്കെതിരെയാണ്. എന്നാൽ ജനവിധി നിതീഷ് മാനിച്ചില്ല എന്നും രാഹുൽ കുറ്റപ്പെടുത്തി. अपने स्वार्थ के लिए व्यक्ति कुछ भी कर जाता है. कोई मतलब नियम नहीं है, कोई क्रेडिबिलिटी नहीं है. सत्ता के लिए कुछ भी कर देते हैं. അതേസമയം നിതീഷ് കുമാറിനെയും സുശീൽ മോദിയെയും അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിന്റെ വളർച്ചയ്ക്കായി ഒന്നിച്ച് പ്രവർത്തിക്കാമെന്നും വ്യക്തമാക്കി. റിപ്പോർട്ടർ, ദില്ലി. ഈ വിഷയത്തിൽ ശ്രീ ബി ഗോപാലകൃഷ്ണൻ ബി.ജെ.പി, ശ്രീ പി.എം. സുരേഷ് ബാബു കോൺഗ്രസ്, ശ്രീ ജേക്കബ് ജോർജ് രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ ഷേഖ് പി ഹാരിസ് ജനതാദൾ യുണൈറ്റഡ്, ശ്രീ ഫിറോസ് ഷാ രാഷ്ട്രീയ ജനതാദൾ എന്നിവർ. ആദ്യം ശ്രീ ഷേഖ് പി ഹാരിസ്, സ്വന്തം മനസാക്ഷിയുടെ വിളിയുടെ അടിസ്ഥാനത്തിലാണ് നിതീഷ് കുമാർ ഇത്ര വലിയ ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്തിട്ടുള്ളത്. അദ്ദേഹം പാർട്ടിയോട് ആലോചിച്ചിട്ടില്ല, ശരത് യാദവിനോട് ആലോചിച്ചിട്ടില്ല, ആരോടും ആലോചിച്ചിട്ടില്ല. സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തു. അതാണെന്ന് വ്യക്തമാകുന്നത്. ഇങ്ങനെ ഒരു പാർട്ടിയിൽ ഇനിയും കേരളത്തിലെ നേതാക്കൾ തുടരണോ? നിതീഷ് കുമാർ ജനതാദൾ യുവിന്റെ ഒരു ഘടകവുമായി ബന്ധപ്പെടാതെയും ആലോചന നടത്താതെയും ചർച്ച ചെയ്യാതെയുമായി ഏകപക്ഷീയമായ ഒരു തീരുമാനമെടുത്തത്. കഴിഞ്ഞ കുറെ നാളുകളായി, പ്രത്യേകിച്ച് പാറ്റ്നയിൽ 6 മാസങ്ങൾക്ക് മുമ്പ് രാജ്ഗീറിൽ കൂടിയ നാഷണൽ കൗൺസിൽ യോഗത്തിന് ശേഷം അദ്ദേഹത്തിന് ജെ.ഡി.യു ദേശീയ അധ്യക്ഷനായി നിയമിച്ചതിന് ശേഷം ഏകപക്ഷീയമായ പല തീരുമാനങ്ങളുമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. അന്നെല്ലാം ഞങ്ങൾ ഒരു സംശയത്തിന്റെ കരിനിഴലിലായിരുന്നു നിതീഷ് കുമാറിനെ കണ്ടിരുന്നത്. പ്രത്യേകിച്ച് 500ന്റെയും 1000ന്റെയും നോട്ട് നിരോധനം കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ സന്ദർഭം മുതൽ നിതീഷ് കുമാർ പാർട്ടിയിൽ ആലോചിക്കാതെ എടുത്ത തീരുമാനത്തിന്റെ അന്നു മുതലുള്ള ഓരോ സാഹചര്യങ്ങളും പരിശോധിച്ച് നോക്കുമ്പോൾ നിതീഷ് കുമാർ ബി.ജെ.പിയിലേക്ക് അടുക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം പാർട്ടിയുടെ ദേശീയ ഘടകത്തിൽ പല നേതാക്കന്മാർക്കും, പ്രത്യേകിച്ച് കേരള ഘടകം. ഇതൊക്കെ ശരിയാണ് ശ്രീ ഷേഖ് പി ഹാരിസ്, ശരിയാണ്. പക്ഷേ
ഇന്നിപ്പോൾ എന്താണ് അവസ്ഥ? നിങ്ങളുടെ പാർട്ടി BJP-യുമായി ചേർന്ന് ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് ബീഹാറിൽ. ആ പാർട്ടിയിൽ നിങ്ങളൊക്കെ തുടരുകയാണ്. ഇന്ന് വൈകുന്നേരം ശരത് യാദവ് പ്രധാനപ്പെട്ട ചില നേതാക്കളുമായി ആശയവിനിമയം നടത്തിയെങ്കിലും അദ്ദേഹം ഒരു പാർട്ടിയിൽ നിന്നുള്ള വിട്ടുപോക്കോ അല്ലെങ്കിൽ ഒരു വിപ്ലവമോ ഒന്നും സൂചിപ്പിച്ചിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, അങ്ങനെ BJP-യുടെ ഒരു ഘടകകക്ഷിയായി നിങ്ങൾക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും കേരളത്തിൽ എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് വരികയാണ്. പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ബഹുമാനപ്പെട്ട MP വീരേന്ദ്രകുമാർ ഇന്ന് ഡൽഹിയിൽ വെച്ച് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയുണ്ടായി. നിതീഷ് കുമാറുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും കേരളത്തിലെ JDU വിച്ഛേദിച്ചിരിക്കുന്നു. നിതീഷ് കുമാർ നേതൃത്വം നൽകുന്ന, ലാലു പ്രസാദ് നേതൃത്വം നൽകുന്ന മഹാസഖ്യത്തിന് ബീഹാർ ജനത നൽകിയ വിധിയെഴുത്ത് മതേതരത്തിന് വേണ്ടിയുള്ള വിധിയെഴുത്തായിരുന്നു. വർഗീയ ഫാസിസത്തിനെതിരെയുള്ള ഒരു മഹാസഖ്യത്തിന് അനുകൂലമായ വിധിയെഴുത്തായിരുന്നു. അതാണ് ഇന്ന് നിതീഷ് കുമാർ ലംഘിച്ചിരിക്കുന്നത്. നിതീഷ് കുമാർ ഇന്ന് വർഗീയ ഫാസിസത്തിന്റെ കൂടാരത്തിലേക്ക് ചെന്ന് അകപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കാരണവശാലും കേരളത്തിലെ പാർട്ടി നിതീഷ് കുമാറിന്റെ ഈ തീരുമാനത്തെ ശക്തിയുക്തം എതിർക്കുകയാണ്. ശരി, വ്യക്തമാണ്. ഞാൻ അങ്ങനെയൊക്കെ മടങ്ങിയെത്താം. ശ്രീ ഷേഖ് പി ഹാരിസ്. ശ്രീ ജേക്കബ് ജോർജ്, എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം, ഈ സാഹചര്യം കോൺഗ്രസിന്റെ പിടിപ്പുകേടല്ലേ എന്നുള്ളതാണ്. നിതീഷ് കുമാർ ഡൽഹിയിൽ ചെല്ലുകയും രാഹുൽ ഗാന്ധിയെ കാണുകയും ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസിനോടും അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യം ലാലുവുമായി സംസാരിച്ച് ഈ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസിന് അത് സാധിച്ചില്ല എന്നുള്ളത് പോട്ടെ, അതിന് ശ്രമിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പല കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. അവിടുത്തെ മന്ത്രിയും PCC അധ്യക്ഷനുമായ അശോക് ചൗധരിയെ 72 മണിക്കൂർ നേരമാണ് കാണാൻ പോലും അനുമതി കൊടുക്കാതെ രാഹുൽ ഗാന്ധി കാത്തിരുത്തിയത്, വെയിറ്റ് ചെയ്യിച്ചത്. അപ്പോൾ ഇത് കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും പിടിപ്പുകേടിൻ്റെ പട്ടികയിൽപ്പെടുത്താവുന്ന ഒന്നല്ലേ? തീർച്ചയായിട്ടും ഒരു വശത്ത് BJP-യുടെ നേതൃത്വം നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒരു കൂട്ടുകെട്ടുണ്ടല്ലോ, അതൊരു ഭയങ്കര കൂട്ടുകെട്ടാണ്. ആ കൂട്ടുകെട്ടിന് ഒരിക്കലും രാഹുൽ ഗാന്ധി ഒരു മാച്ചല്ല. രാഹുൽ ഗാന്ധിക്ക് ഒരു കാരണവശാലും BJP-യുടെ ഇപ്പോഴത്തെ ഈ ദ്വന്ദ്വ നേതൃത്വത്തെ എതിർക്കാനോ വെല്ലുവിളിക്കാനോ ശേഷിയില്ല. അതിന് മാത്രം അദ്ദേഹത്തിന് വളർച്ചയില്ല, അതിന് മാത്രമുള്ള രാഷ്ട്രീയ മികവോ രാഷ്ട്രീയമായ പക്വതയോ ഇല്ല. അങ്ങനെ ഒരു രാഹുൽ ഗാന്ധിക്ക് ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല. വളരെ അഗ്രസീവായിട്ടുള്ള ആക്രമണോത്സുകതയുള്ള ഒരു രാഷ്ട്രീയമാണ് BJP ഇന്ത്യയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ വളരെ ശക്തമായി എതിരാളികളെ തകർത്ത് തരിപ്പണമാക്കുന്ന വളരെ വിദഗ്ധമായ വിശദമായ ആസൂത്രണത്തോടുകൂടി രാഷ്ട്രീയം കളിക്കുമ്പോൾ കോൺഗ്രസ് ഇരുട്ടത്ത് തപ്പുകയാണ്. ഒരെത്തും പിടിയുമില്ല, എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് ആദ്യം കോൺഗ്രസിന് തങ്ങളുടെ സ്വന്തം ദൗർബല്യം മനസ്സിലാക്കുകയാണ് ആവശ്യം. അത്യാവശ്യം ഒന്ന് പിടിച്ചു നിൽക്കാനെങ്കിലും ശേഷിയുള്ള പിടിച്ചു നിൽക്കാനും മാത്രം കോൺഗ്രസിനെ പ്രാപ്തിയാക്കാൻ ശേഷിയുള്ള ഒരു നേതൃത്വമാണ് ഇന്ന് കോൺഗ്രസിന് ആവശ്യം. അഭിലാഷിന്റെ ആ ഒരു ചൂണ്ടിക്കാട്ടൽ അങ്ങേയറ്റം ശരിയാണ്. ശരി, ശ്രീ B. ഗോപാലകൃഷ്ണൻ, ഇവിടെ BJP നേരിടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ജനവിധിയെ വഞ്ചിച്ചു എന്നുള്ളതാണ്. കോൺഗ്രസും രാഷ്ട്രീയ ജനതാദളും JDU-വും ഒരുമിച്ച് ഒരു മുന്നണിയായി മത്സരിക്കുകയും അവർക്ക് ജനങ്ങളുടെ മാൻഡേറ്റ് കിട്ടുകയും ചെയ്താണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായത്. ആ സഖ്യം പൊളിച്ച് ജനം പ്രതിപക്ഷത്തിരിക്കാൻ വിധിച്ച BJP-യുമായി ചേർന്ന് ഒരു സർക്കാർ രൂപീകരിക്കുമ്പോൾ ആ BJP-യുടെ നേതാവ് സുശീൽ കുമാർ മോഡി ഉപമുഖ്യമന്ത്രിയാകുമ്പോൾ അത് ജനവിധിയോട് ചെയ്യുന്ന വഞ്ചനയല്ലേ? അതിന്റെ പ്രതിഫലനം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് 2019 ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരില്ലേ? അത്ര മണ്ടന്മാരാണോ ബീഹാറിലെ ജനങ്ങൾ? 2019 തെരഞ്ഞെടുപ്പിൽ BJP JDU സഖ്യം ഒരു സ്വീപ്പായിരിക്കും ബീഹാറിൽ എന്നുള്ള കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർക്കാർക്കും സംശയമില്ല. ഇനി അഭിലാഷിന് എന്താ സംശയം എന്ന് എനിക്കറിയില്ല. പക്ഷേ അടിസ്ഥാനപരമായ പ്രശ്നം അഭിലാഷ് പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതെന്താ വെച്ചാൽ അവിടെ BJP-ക്കായിരുന്നല്ലോ വോട്ടിന്റെ പെർസെൻറ്റേജ് കൂടുതൽ. BJP-യുടെ വോട്ട് പെർസെൻറ്റേജും JDU-വിന്റെ വോട്ട് പെർസെൻറ്റേജും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ആരായിരിക്കും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരിക? അങ്ങനെയും കൂടി ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ. അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് പെർസെൻറ്റേജ് കിട്ടിയത് BJP-ക്കാണ്. അപ്പോൾ JDU-വിന്റെ വോട്ട് പെർസെൻറ്റേജും BJP-യുടെ വോട്ട് പെർസെൻറ്റേജും കൂട്ടിയാൽ പ്രതിപക്ഷത്തിരിക്കുക അവരായിരിക്കും. അതുകൊണ്ട് അതിനകത്ത് അധാർമികതയില്ല. രണ്ടാമത്തെ കാര്യം, അധാർമികതയെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും പറയാൻ എന്ത് അവകാശമാണ് ഇന്ത്യയിലെ ഇതര രാഷ്ട്രീയ പാർട്ടിക്കുള്ളത്? നമുക്ക് കേരളത്തിലെ കാര്യം എടുക്കാമല്ലോ.
കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എന്ത് അധാർമികതയാണ് ഇവിടെ നടന്നത്? എന്ത് ധാർമ്മികതയാണ് ഇവിടെ നടന്നത്? പരസ്പരം പോരടിച്ചവരല്ലേ ഇവർ രണ്ടുപേരും? UDFും LDFും തമ്മിൽ പോരടിച്ച് പ്രധാനപ്പെട്ട യുദ്ധം നടത്തിയവരല്ലേ? അവരല്ലേ സെന്ററിൽ പോയിട്ട് ഒന്നായിക്കൊണ്ട് BJP മാറ്റി നിർത്താൻ മത്സരിച്ചത്? BJP വിരുദ്ധ ഗോപാലകൃഷ്ണൻ അതിന് അവരെ സംബന്ധിച്ച് വിശദീകരണവുമുണ്ട്. UPA സർക്കാർ, ആദ്യ UPA സർക്കാർ രൂപീകരിക്കപ്പെട്ട വേളയിൽ തന്നെ അത് വിശദീകരിക്കപ്പെട്ടിരുന്നു. BJP അകറ്റി നിർത്തുക എന്നുള്ളതാണ് അവരുടെ പൊതു രാഷ്ട്രീയം, അതുകൊണ്ട് പൊതു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. ഇവിടെ പക്ഷേ അധികാരം പങ്കുവെക്കൽ എന്നുള്ളതല്ലാതെ അതിന് വിശേഷിച്ച് രാഷ്ട്രീയമൊന്നുമില്ലല്ലോ. ഒന്ന്. രണ്ട്, BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബീഹാർ തൂത്തുവാരിയതാണ് ലോക് ജനശക്തി പാർട്ടിക്കൊപ്പം. വളരെ നിസ്സാരമായ ജനപിന്തുണയെ ആ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് JDUവിന് കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതും കാണണം. അപ്പോൾ നിതീഷ് കുമാർ വേണ്ട, യഥാർത്ഥത്തിൽ അതേ ജനവിധി ആവർത്തിക്കുകയാണ് എങ്കിൽ BJPക്ക് ബീഹാറിൽ നല്ല വിജയം കൊയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരുപക്ഷെ BJPക്ക് തൂത്തുവാരാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉള്ളയിടത്ത് ഇങ്ങനെ ഒരു അധികാര മത്സരവും ഇങ്ങനെ ഒരു അധികാരം പങ്കുവെക്കലും ജനങ്ങളെ അകറ്റില്ലേ എന്ന്? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അഭിലാഷേ. ഞങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നയമല്ല, വേറൊരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നയമാണ്. ഞങ്ങൾ ചെയ്യുമ്പോൾ അത് അധാർമികതയാണ്, മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് നയപരമാണ്. ഞങ്ങൾക്കൊരു നയപരമായ സമീപനം ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തന്നെ. അത് കോൺഗ്രസ് മുക്തമായിട്ടുള്ള ഭാരതമാണ്. കോൺഗ്രസ് ഇല്ലാത്ത സംസ്ഥാന ഗവൺമെന്റ്. അത് 18ാമത്തെ സംസ്ഥാനമായി ഞങ്ങൾ ഇന്ത്യയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് ഞങ്ങൾ ഇതാ വരാൻ പോകുന്നു. അപ്പോൾ കോൺഗ്രസ് ഇല്ലാത്ത സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങളുടെ നയപരമായ തീരുമാനമാണ്. ആ നയപരമായ തീരുമാനം ഞങ്ങൾ നടപ്പാക്കുന്നു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ. അതിലെന്താ തെറ്റ്? അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. സുരേഷ് ബാബു, അങ്ങനെ കോൺഗ്രസ് വിമുക്ത ഭാരതം ഉണ്ടാക്കാൻ BJPക്ക് കൈയയച്ച് സഹായം നൽകുകയാണോ കോൺഗ്രസ് ചെയ്യുന്നത്? നോക്കൂ, ഈ പ്രശ്നമുണ്ടായപ്പോൾ ഈ സഖ്യം രൂപീകരിക്കാൻ മുൻകൈയെടുത്ത കോൺഗ്രസ് ഫലപ്രദമായി ഇടപെട്ടിരുന്നു എങ്കിൽ കാര്യങ്ങൾ മറ്റൊന്നാകുമായിരുന്നില്ലേ? രോഗാതുരയായ കോൺഗ്രസ് പ്രസിഡന്റ് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റിനെ ആ ചുമതല ഏൽപ്പിച്ചതുമാണ്. നിതീഷ് കുമാർ അങ്ങോട്ട് അദ്ദേഹത്തെ ഡൽഹിയിൽ ചെന്ന് കണ്ടതുമാണ്. ഒന്ന്, രാഹുൽ ഗാന്ധിക്ക് പാട്നയിലേക്ക് ചെന്ന് ഈ രണ്ട് നേതാക്കളെയും ഒരുമിച്ചിരുത്താൻ കഴിഞ്ഞിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ സോണിയാഗാന്ധിക്കുള്ള വ്യക്തിബന്ധം ഉപയോഗിച്ച് ലാലു പ്രസാദ് യാദവിനെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ മഹാഗഡ്ബന്ധൻ തകരുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ പിടിപ്പുകേട് ഈ മഹാഗഡ്ബന്ധൻ തകർന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമല്ലേ? ഞാൻ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാത്തൊരു രാഷ്ട്രീയക്കാരനാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും കോൺഗ്രസിന് ഇക്കാര്യത്തിലൊരു കുറ്റം പറയാനുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ആ രാഷ്ട്രീയ സഖ്യത്തിൽ, മഹാസഖ്യമെന്നോ അല്ലെങ്കിൽ എന്ത് പേരിൽ അതിനെ വിളിച്ചാലും, ആ രാഷ്ട്രീയ സഖ്യത്തിലെ ഒരു തേർഡ് പ്ലാറ്റ്ഫോം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. 1 RJD, 2 JDU, 3 കോൺഗ്രസ്. പക്ഷേ 1ഉം 3ഉം തമ്മിലൊക്കെ വളരെ വ്യത്യാസങ്ങൾ തന്നെയുണ്ട്. 27 സീറ്റാണ് കോൺഗ്രസിന് അവിടെ ഉള്ളത്. അപ്പൊ ഞങ്ങൾക്ക് എടുക്കാൻ കഴിയുന്ന റോള്, ദിസ് ഈസ് എ ഗെയിം ഓഫ് നമ്പർ ഗെയിം. ഇതിനകത്ത് അഭിലാഷ്, നമുക്ക് നമ്പർ തന്നെയാണ് പ്രശ്നം. JDUവും BJPയും കൂടെ കൂട്ടിയാൽ 122 ക്രോസ് ചെയ്യുകയില്ലായിരുന്നുവെങ്കിൽ നിതീഷ് കുമാർ ഒരിക്കലും ഇതിനകത്ത് രാജിവെക്കില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും നിതീഷ് കുമാർ പറയും. ഞാൻ BJPയെ ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്തില്ല. നേരത്തെ ശ്രീ ഗോപാലകൃഷ്ണ വക്കീൽ പറഞ്ഞതുപോലെ തന്നെ BJPക്ക് ഒരു അജണ്ടയുണ്ട്. BJP കോൺഗ്രസ് ഇല്ലാത്ത ഒരു രാജ്യത്തെ സ്വപ്നം കാണുകയാണ്. അതിന് ആരെയൊക്കെ കിട്ടുമോ അവരെയൊക്കെ അവർ കൂട്ടും. അതിലകത്ത് അവരുടെ കുറ്റമില്ല. പക്ഷേ BJP ഇല്ലാത്ത ഒരു ഭാരതത്തിന് വേണ്ടി ജനവിധി തേടിയ ശ്രീ നിതീഷ് കുമാർ ആ ജനവിധിക്ക് വിരുദ്ധമായ ഒരു രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുന്നതിന് BJPയെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? ദൃഢതയില്ലാത്ത JDUവിന്റെ നേതാവ് ശ്രീ നിതീഷ് കുമാറിന്റെ മുഖ്യമന്ത്രി കസേരയോ അല്ലെങ്കിൽ അത് തുടർന്നുള്ള കസേരകൾ എന്തെങ്കിലും ഉണ്ടോ? അതിനുവേണ്ടിയുള്ള പരക്കം പാച്ചലിൽ അവർ ഏതൊക്കെയോ പ്രതലങ്ങൾ പോയി പിടിക്കുകയാണ്. അല്ല, അത് ശരിയാണ്. ആശ്രയ ദൃഢത ഇല്ലാത്ത ആളാണ് നിതീഷ് കുമാർ, അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല ശ്രീ PM സുരേഷ് ബാബു. പക്ഷേ അതിനെയും രാഷ്ട്രീയമായി തന്ത്രജ്ഞതയോടുകൂടി നേരിടാൻ കഴിയുമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവല്ലോ.
അവിടെ സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനം ആദ്യം ആവശ്യപ്പെട്ട നേതാക്കളിൽ ഒരാൾ ലാലു പ്രസാദ് യാദവാണ്. 90കളുടെ രണ്ടാം പാദം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആ നിലയ്ക്ക് നല്ല വ്യക്തിബന്ധം പുലർത്തുന്ന ആളുകളുമാണ്. ഇവിടെ ലാലുവിന്റെ പിടിവാശി ഒരുപക്ഷെ അദ്ദേഹം ഒന്ന് അയഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ ഈ സഖ്യം പൊട്ടിച്ചെറിഞ്ഞു പോകാൻ നിതീഷിന് കഴിയുമായിരുന്നില്ല. ശരിയാണ്, അദ്ദേഹം അവസരവാദിയാണ്. ആ അവസരവാദം അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം കോൺഗ്രസ് വിചാരിച്ചാൽ ഒഴിവാക്കാമായിരുന്നില്ലേ? അല്ല, കോൺഗ്രസിന് ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ കാര്യങ്ങളിൽ, സമകാലീന രാഷ്ട്രീയത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ വീഴ്ചകളുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനൊരു വീഴ്ചയുണ്ട് എന്ന് സമ്മതിക്കാൻ, മറ്റേ കാര്യം സമ്മതിക്കുന്ന അതേ മനസ്സുള്ള എനിക്ക് കഴിയുന്നില്ല അഭിലാഷ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്തരം ഒരു സന്ദേശം കൊടുക്കാൻ കഴിഞ്ഞത്, ഇങ്ങനെ ഒരു സഖ്യമുണ്ടായാൽ ബി ജെ പിയെ തടുത്തു നിർത്താൻ ഇത്തരം ഒരു രാഷ്ട്രീയ സഖ്യത്തിന് കഴിയുമെന്ന സന്ദേശം കൊടുക്കാൻ കഴിഞ്ഞ ബീഹാർ, അതിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസ്, ബദ്ധശത്രുക്കളായി കഴിഞ്ഞിരുന്ന നിതീഷ് കുമാറിനെയും ലാലു പ്രസാദിനെയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി ബന്ധിപ്പിച്ച കോൺഗ്രസ്, ആ കോൺഗ്രസ് ബീഹാറിൽ ഒരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ബീഹാറിൽ കോൺഗ്രസിന്റെ ഭാഗത്തൊരു വീഴ്ചയുണ്ടായി എന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു തരാൻ എന്റെ മനസ്സിനെ അനുവദിക്കുന്നില്ല. മറ്റെവിടത്തെയെങ്കിലും കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ സമ്മതിച്ചു. ശരി, അതാണ് താങ്കളുടെ പോയിന്റ്. ദയവായി തുടരുക. ഷെയ്ഖ് പി ഹാരിസ്, കോൺഗ്രസിന് ഒരു മതനിരപേക്ഷ മുന്നണി നയിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അത് നന്നായി കൊണ്ടു നടക്കാൻ സാധിക്കുന്നില്ല എന്നതിന്റെ തെളിവാണോ ബീഹാർ? ശരിയാണ്, മൂന്നാമത്തെ കക്ഷിയാണ് ബീഹാറിൽ കോൺഗ്രസ്. പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിലെ പങ്കാളിത്തം കണക്കിലെടുക്കുമ്പോൾ, ഈ സഖ്യ രൂപീകരണത്തിലെ കോൺഗ്രസിന്റെ പങ്കാളിത്തം കണക്കിലെടുക്കുമ്പോൾ, ഈ സഖ്യം ഒരുമിച്ച് ജോയിൻ ചെയ്യിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായി, ഘടകമായി നിൽക്കുന്നത് കോൺഗ്രസ് ആണ്. അപ്പോൾ ആ കോൺഗ്രസ് ഇക്കാര്യത്തിൽ കൂടിയ ഉത്തരവാദിത്തം കാണിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ അപകടം ഒഴിവാക്കാമായിരുന്നില്ലേ? ഇല്ല, അങ്ങനെ പറയാൻ അഭിലാഷ് സാധിക്കില്ല. കാരണം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം മതേതര പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം വേരോട്ടമുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ തീർച്ചയായും BJPയുടെ വർഗീയ ഫാസിസത്തിനെതിരെ നേതൃത്വം നൽകാൻ കഴിയുന്നതും കോൺഗ്രസിന് തന്നെയാണ്. പക്ഷെ ഇവിടെ മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ കണ്ടുവരുന്നത് എന്താ? ഇവിടെ മോഡിക്കെതിരെ, BJPക്കെതിരെ ഉയർന്നു വരുന്ന എല്ലാ ശബ്ദങ്ങളെയും നിശബ്ദമാക്കുക എന്നുള്ളത് BJPയുടെയും സംഘപരിവാറുടെയും ഒരു അജണ്ടയായി കാണുകയാണ്. അതിന്റെ ഇരയായി നമ്മൾ ഇന്ത്യയിലെ വർഗീയ ഫാസിസത്തിനെതിരെ ഒരു പരീക്ഷണശാലയായിട്ടായിരുന്നു ബീഹാറിലെ മഹാസഖ്യത്തെ നമ്മൾ കണ്ടിരുന്നത്. ഇന്ത്യൻ സമൂഹം, മതേതര വിശ്വാസികൾ, ജനാധിപത്യത്തെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ആ ഒരു മഹാസഖ്യത്തെ ആ തരത്തിലാണ് കണ്ടത്. അപ്പൊ അതിന്റെ നേതാവ് എന്ന നിലയിൽ നിതീഷ് കുമാറിനെ നിശബ്ദമാക്കുക എന്നുള്ളത് BJP സംഘപരിവാറിന്റെ അജണ്ടയായിരുന്നു. അതിന്റെ നിർഭാഗ്യവശാൽ ഇരയായി നിതീഷ് കുമാർ മാറി എന്നുള്ളതാണ്. അതിനകത്ത് രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഈ ഐക്യം നിലനിർത്തുന്നതിന് വേണ്ടി പുറകോട്ട് പോകുന്ന സമീപനങ്ങൾ സ്വീകരിച്ചു എന്നുള്ള അഭിപ്രായങ്ങൾ ഞങ്ങൾക്കില്ല. രാഹുൽ ഗാന്ധിയെ അപ്രമാണിത്വം കുറച്ചു കാണിക്കുന്നതിന് വേണ്ടി ഇവിടെ BJPയും സംഘപരിവാറുകളും ഇന്ത്യയിലെ വലിയ കോർപ്പറേറ്റ് ശക്തികളുടെ സഹായത്തോടുകൂടി നടത്തുന്ന പല നീക്കങ്ങളെയും സന്ദർഭിച്ച് നമ്മൾ ശരി, അങ്ങനെ താങ്കൾ കാണുന്നു. ശ്രീ ഫിറോസ്, ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചു നിതീഷ് കുമാർ എന്ന ചോദ്യത്തിന്റെ ഉത്തരം അദ്ദേഹത്തിന്റെ രാഹുൽ ഗാന്ധിയുമായുള്ള സന്ദർശനത്തിൽ തന്നെ ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ആ സന്ദർശനത്തിൽ അദ്ദേഹം രാഹുലിനോട് ഒരു മൂന്നാം UPA ആകാൻ ഞാൻ ഒരുക്കമല്ല എന്ന് കൃത്യമായി ഒരു സന്ദേശം കൊടുത്തു കഴിഞ്ഞിരുന്നു. അതായത് ഈ സർക്കാർ 5 വർഷം തികയ്ക്കുകയാണെങ്കിൽ ഇത്രയധികം അഴിമതി ആരോപണങ്ങൾ പേറുന്ന ആളുകളെയും വെച്ച് ഈ സർക്കാർ കാലാവധി തികയ്ക്കുകയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് മുങ്ങും. അങ്ങനെ മുങ്ങാൻ നിതീഷ് കുമാർ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം BJPയുമായി ചേർന്ന് വേറെ സർക്കാർ ഉണ്ടാക്കിയത്. നിതീഷ് കുമാർ ഇപ്പോൾ പോയിരിക്കുന്നത് BJPയിലേക്കാണ്. BJP നമുക്കറിയാം, ഇന്ന് രാജ്യത്ത് ഹോസ്പിറ്റലുകളുടെ പേരിൽ 70ഓളം വരുന്ന ഇതിൻ്റെ പേരിലെല്ലാം BJP നടത്തുന്ന അഴിമതി. മുൻകാലങ്ങളിൽ നിതീഷ് കുമാർ NDAയിലുണ്ടായിരുന്നു. അന്നല്ല കാറുകൾ ശവപ്പെട്ടിയുടെ പേരിൽ പോലും അഴിമതി നടത്തിയത്. അപ്പോൾ ഇത് മാസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന തിരക്കഥയുടെ ഭാഗമാണ് ഇപ്പോൾ നിതീഷ് പോയിരിക്കുന്നത്.
നിതീഷ് സത്യത്തിൽ വഞ്ചിച്ചിരിക്കുന്നത് ബീഹാർ ജനതയെ മൊത്തമാണ്. കാരണം RJDയും നിതീഷ് JDUവും കോൺഗ്രസും അവിടെ ഒരു മുന്നണി വരുമ്പോൾ, ഒരു മഹാസഖ്യം ഉണ്ടാകുമ്പോൾ, ആ സഖ്യം രാജ്യത്തെ വർഗീയ ഫാസിസത്തിനെതിരെയുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. വളരെ ഫിറോസ്, എന്താണ് പ്രശ്നം? മെഡിക്കൽ കോളേജൊക്കെ ഇവിടെ കേരളത്തിൽ ഉന്നയിക്കപ്പെട്ട വിഷയമാണ്. മോഡി സർക്കാരിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ദേശീയ തലത്തിൽ BJPയെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്ന അഴിമതി ആരോപണങ്ങൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ RJDയുടെ നേതാക്കൾക്കെതിരെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങൾ വളരെ വലുതാണ്. പഴയ കാലത്തീറ്റ കുംഭകോണവുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ കാര്യം നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ അന്വേഷിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. റെയിൽവേ മന്ത്രിയായിരിക്കുമ്പോൾ ലാലു പ്രസാദ് ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ബന്ധുക്കളും മക്കളും ഒക്കെയായി 950 കോടിയുടെ ബിനാമി സ്വത്ത് സ്വരുക്കൂട്ടിയത് സംബന്ധിച്ചാണ് CBI അന്വേഷിക്കുന്നത്. അത് കൂടാതെ എൻഫോഴ്സ്മെന്റിന്റെ അന്വേഷണം വേറെ. മിസ ഭാരതിയുടെ പേരിലുള്ള ആരോപണം 8000 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ ആരോപണങ്ങളുടെ ഒരു പരമ്പര. ഇത് തുടങ്ങുന്നതും അവസാനിക്കുന്നതും എവിടെയാണെന്ന് പോലും നമുക്ക് മനസ്സിലാകാത്ത വിധത്തിൽ വലിയ അഴിമതിയാണ്, ബൃഹത്തായ അഴിമതിയാണ്. ഈ തേജസിനെ കുറിച്ച് പറയുന്നതാണ്. ഇപ്പൊ നിതീഷ് രാജിവെക്കാൻ പറയുന്ന കാരണം തേജസ് രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ സംഭവം നടക്കുമ്പോൾ തേജസ് യാദവിന് വയസ്സ് 14 ഇതൊക്കെ ബീഹാറിലെ ജനങ്ങൾ കാണുകയല്ലേ, ഇന്ത്യയിലെ ജനങ്ങൾ കാണുകയല്ലേ? ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഈ നിതീഷ് കുമാർ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ആൾരൂപം തന്നെയാണ് ഈ നിതീഷ് കുമാർ. അതിന്റെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ മാസങ്ങളായിട്ട് BJPയുമായി ചേർന്നുകൊണ്ട് തേജസ്വി യാദവ് അന്ന് മൈനർ ആയിരിക്കും, പക്ഷേ അന്ന് റെയിൽവേ മന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ് 2 റെയിൽവേ ഹോട്ടലുകൾ സ്വകാര്യ പങ്കാളിക്ക് നടത്തിപ്പിന് കൊടുത്തതിന്റെ പ്രതിഫലമായി വാങ്ങിയിട്ടുള്ളത് പട്നയിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലത്തെ ഭൂമിയാണ്. ആ ഭൂമി ആദ്യം ബിനാമികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ അതിന്റെ ഉടമസ്ഥാവകാശം തേജസ്വിക്കും അതുപോലെ തന്നെ രാബ്രി ദേവിക്കും ആയതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ CBI FIR എടുത്തിരിക്കുന്നത്. താങ്കൾക്ക് അറിയാത്ത കാര്യമല്ലോ. ഞാൻ മടങ്ങിയെത്താൻ താങ്കളിലേക്ക്. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ BJPയെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ 3 വർഷത്തിനിടെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടി ബീഹാറിലായിരുന്നു. ഡൽഹിയിലും ഒരു തിരിച്ചടി ഉണ്ടായി, പക്ഷേ അതിനേക്കാൾ വലിയ മാനങ്ങളുള്ള തിരിച്ചടി ബീഹാറിലായിരുന്നു. എന്ന് മാത്രമല്ല, BJPക്കെതിരെ ഇതര കക്ഷികളൊക്കെ ഒരുമിച്ച് നിന്നാൽ വിജയിക്കാം എന്ന ഒരു മാതൃകയും അത് സൃഷ്ടിച്ചു. ഇന്നിപ്പോൾ BJPയുടെ ഒപ്പം ഒരു പുതിയ സർക്കാർ ബീഹാറിൽ വരുമ്പോൾ ആ മാതൃക കൂടി തകർന്നു. ഒരിക്കലും ഇത്രയധികം വൈരുദ്ധ്യങ്ങളുള്ള ഈ പാർട്ടികൾക്ക് ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ കഴിയില്ല എന്ന സന്ദേശം കൂടിയല്ലേ വരുന്നത്? ശരിയാണ് അഭിലാഷേ. കാരണം ബീഹാർ മോഡൽ എന്നുള്ളത് ഇന്ത്യയിലെ പ്രതിപക്ഷ ഐക്യത്തിന്റെ ശരിക്കും മോഡി വിരുദ്ധ ഒരു കേന്ദ്രീകരണ സാധ്യതയ്ക്ക് ഒരു വലിയ വാഗ്ദാനമായിരുന്നു. അതാണ് പൊളിഞ്ഞു പോയിരിക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് BJP വലിയ നേട്ടം, രാഷ്ട്രീയമായിട്ട് BJP വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നു. ബീഹാർ കയ്യിലെടുത്തു എന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ ഐക്യ സാധ്യതകളെ തന്നെ തകർത്തിരിക്കുന്നു. ഇനിയിപ്പോൾ ആദ്യം മുതൽ തുടങ്ങണം. ഇതിന് പ്രധാനപ്പെട്ട കാരണം റൈറ്റ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ചെറിയ സാങ്കേതിക തകരാറ്. ശ്രീ PM സുരേഷ് ബാബു, പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് BJPയോട് പൊരുതാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമാണ് എന്ന പ്രതീതി ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതും പ്രശ്നമല്ലേ? ഇവിടെ കോൺഗ്രസിന്റെ കാർമ്മികത്വത്തിലുണ്ടായ മുന്നണി ബീഹാറിൽ തകരുന്നു. ഇതേ ദിവസം തന്നെ പുറത്തു വരുന്ന വാർത്ത, ശങ്കർ സിംഗ് വഗേലക്കൊപ്പമുള്ള MLAമാർ രാജിവെച്ച് BJPയിലേക്ക് ചേരുന്നു ഗുജറാത്തിൽ. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഏതാണ്ട് സമാനമായ കാലാവസ്ഥ നമുക്കറിയാം. നോർത്ത് ഈസ്റ്റിലും ബീഹാറിലും അടക്കം, ഉത്തർപ്രദേശിലടക്കം ഏതൊക്കെ നേതാക്കൾ ഏതൊക്കെ ഘട്ടത്തിൽ BJPയിൽ ചേർന്നു എന്ന്. അങ്ങനെ കഴിഞ്ഞ 3 വർഷം കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നുള്ള കാര്യം BJP സ്വപ്നം കാണുന്നുണ്ട് എങ്കിൽ അതിന് അനുഗുണമായ കാര്യങ്ങൾ തന്നെയല്ലേ കോൺഗ്രസിൽ നിന്ന് സംഭവിക്കുന്നത്? അഭിലാഷ്, കോൺഗ്രസിന് ഒരു ചെറിയ തകരാറ് ഈ കാലഘട്ടങ്ങളിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ട്രാൻസിഷൻ പീരീഡിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. കോൺഗ്രസ് 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പിന്നെ തുടർച്ചയായി സ്വല്പം ചില സമയങ്ങളിലൊക്കെ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തുപോയെങ്കിലും തുടർച്ചയായി അധികാരത്തിൽ ഇരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്, സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും. അപ്പോൾ
കോൺഗ്രസിന്റെ ആശയാധിഷ്ഠാനങ്ങളായ നടപടികളോടോ നിലപാടുകളോടോ യോജിപ്പില്ലാത്ത അധികാരത്തിന്റെ ആ ഒരു മാസ്മര വലയത്തിൽപ്പെട്ട് ഇതിനകത്ത് കടന്നുകൂടിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാകാം. അവരെ ഒന്ന് ലിറ്റ്മസ് ടെസ്റ്റ് ഉപയോഗിച്ച് പരിശോധിച്ച് അവരുടെയൊക്കെ ക്ലാരിറ്റി മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസിലേക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ശങ്കർ സിംഗ് വഗേല ഒന്ന് അത് തന്നെ. അദ്ദേഹം BJPയുടെ സമുന്നതനായ നേതാവായിരുന്നു ഗുജറാത്തിൽ. അവരുമായി തെറ്റി പെട്ടെന്ന് കോൺഗ്രസിലേക്ക് വന്നു. കോൺഗ്രസ് അവരെ സ്വീകരിച്ചു. കോൺഗ്രസിൽ മന്ത്രിസഭ ഉണ്ടാക്കുമ്പോൾ കോൺഗ്രസ് അതിനകത്ത് മന്ത്രിമാരാക്കി. എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം അനുഭവിച്ചു. കോൺഗ്രസിന് അധികാരം പോയപ്പോൾ അപ്പോൾ അദ്ദേഹം തിരിച്ചുപോക്കിന്റെ ഒരു വരവ് നോക്കുകയാണ്. ഇതൊക്കെ ഇത്തരം ചില തൽപര കക്ഷികൾ കോൺഗ്രസിനകത്ത് കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഒഴിഞ്ഞുപോക്ക് ഈ കഴിഞ്ഞ 2-3 കൊല്ലങ്ങളായി കുറച്ചുണ്ടാകും. ഇനിയും ചിലപ്പോൾ കുറച്ച് തുടർന്നു വന്നേക്കാം. ഞങ്ങൾ മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ എല്ലാ അലകും പിടിയും ശക്തിപ്പെടുത്തിക്കൊണ്ട് ഒരു BJPയുടെ വർഗീയ ഫാസിസത്തിനെതിരെ, വർണ്ണ ഫാസിസത്തിനെതിരെ ഉള്ള പോരാട്ടം ഞങ്ങൾ നയിക്കും. അത് എത്ര കൊല്ലം കൊണ്ട് ജയിക്കും, എപ്പോഴാണ് അതിന്റെ ജയമുണ്ടാവുക പരാജയമുണ്ടാവുക എന്നൊന്നുമുള്ളതല്ല അതിനകത്തുള്ള. അതാണ് കോൺഗ്രസ് പക്ഷത്തു നിന്നുള്ള മറുപടി. ജനങ്ങളുടെ ഗോപാലകൃഷ്ണൻ, കൂടാരത്തിൽ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത അറബിയുടെ അവസ്ഥയാകുമോ BJPക്ക്? ഒരു കാലഘട്ടത്തിലും ഏതെങ്കിലും പ്രിൻസിപ്പിളിനോട് പ്രതിബദ്ധത പുലർത്തിയിട്ടുള്ള ആളല്ല നിതീഷ് കുമാർ. ലാലു പ്രസാദ് യാദവ് അഴിമതിക്കാരനാണ് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാത്തതല്ലോ. അഴിമതി കേസിൽ സുപ്രീം കോടതി തന്നെ ശിക്ഷ ശരിവെക്കുകയും അതേ തുടർന്ന് ലോക്സഭാ അംഗത്വം നഷ്ടമാകുകയും ഇനി മത്സരിക്കാൻ തന്നെ 6 വർഷത്തേക്ക് കഴിയാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് ലാലു പ്രസാദ് യാദവ്. അപ്പോൾ അഴിമതി വിരുദ്ധത എന്നൊന്ന് നിതീഷിനെ എടുത്ത് അണിയാനില്ല. കാരണം അഴിമതിക്കാരനാണെന്ന് കോടതി വിധിച്ച ആളുടെ തോളിൽ കൈയിട്ട് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് മുഖ്യമന്ത്രിയായ ആളാണ് അദ്ദേഹം. അതിനു മുൻപ് ഓരോരോ കാലഘട്ടങ്ങളിൽ എങ്ങനെയൊക്കെ അദ്ദേഹം പെരുമാറിയിട്ടുണ്ട് എന്ന് നമുക്ക് നന്നായി അറിയാം. BJPയോടുള്ള രാഷ്ട്രീയമായ അകൽച്ച കൊണ്ടല്ലോ, മറിച്ച് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നതിന്റെ ചൊരുക്കുകൊണ്ട് മോദിയേക്കാൾ മികച്ചവൻ ഞാനാണ് എന്ന തോന്നൽ കൊണ്ട് NDA വിട്ടുപോയിട്ടുള്ള ആളാണ് നിതീഷ് കുമാർ. അങ്ങനെയുള്ള ഒരാളെ വീണ്ടും ചങ്ങാതിയാക്കുന്നതിലൂടെ ഒരു രാഷ്ട്രീയമായ അബദ്ധം BJPക്ക് പറ്റിയിട്ടുണ്ടെന്ന തോന്നലേ ഇല്ലേ? ഒരിക്കലും ഇല്ല. കാരണം ഇപ്പൊ അഭിലാഷ് പറഞ്ഞ ഒരു കോൺട്രാഡിക്ടറി ഉണ്ട്. അതെന്താ വെച്ചാൽ വളരെ വർഷക്കാലം BJPയുമായി നന്നായി യോജിച്ചു പോയിട്ടുള്ള ഒരു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു നേതാവാണ് നിതീഷ് കുമാർ. ആ നിതീഷ് കുമാറും BJPയും ബീഹാറിൽ ഒരുമിച്ച് പോകുന്ന കാലം എന്ന് പറയുന്നത് ജംഗിൾ രാജിൽ നിന്ന് ബീഹാറിനെ മോചിപ്പിച്ച ഒരു സദ്ഭരണത്തിലേക്ക് പോയതാ. അവിടെ ഞങ്ങളുടെ അടുത്ത് നിന്ന് ബീഹാറിലേക്ക് അല്ലെങ്കിൽ നിതീഷ് കുമാർ ഞങ്ങളുടെ അടുത്ത് നിന്നും മാറിയത് ഒരു ആശയപരമായ പ്രത്യയശാസ്ത്രപരമായ ഒരു വിയോജിപ്പിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഒരു പേഴ്സണൽ ഈഗോന്റെ കാര്യത്തിലാണ്. അപ്പൊ പ്രത്യയശാസ്ത്രപരമായിട്ട് ഞങ്ങളുമായിട്ട് ആശയപരമായി ഞങ്ങളുമായിട്ട് എന്നും വിയോജിപ്പിലുണ്ടായിരുന്ന ഒരാളാണ് JDUവിന്റെ നേതാവ് നിതീഷ് കുമാർ. അത് തന്നെ മനസ്സിലാക്കണം. അപ്പോ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ, പ്രത്യയശാസ്ത്രപരമായി അന്നും ഇന്നും ഞങ്ങൾക്കെതിരല്ലാത്ത ഒരാൾ, ആ ആൾ ഞങ്ങളുടെ കൂടെ അത് തന്നെയാണ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം പ്രത്യയശാസ്ത്രപരമായി ആർക്കും എതിരല്ലല്ലോ. അദ്ദേഹം പ്രത്യയശാസ്ത്രപരമായി ആർക്കും എതിരല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ആ സമയത്ത് സൗകര്യം നോക്കി നിലപാടെടുക്കുന്ന ആളാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രത്തിനും എതിരല്ല, അദ്ദേഹം സോഷ്യലിസ്റ്റ് ആണെന്ന് അവകാശപ്പെടുന്ന ആളാണ്. ഇടതുപക്ഷത്തിന്റെ പ്രത്യയശാസ്ത്രത്തിനും എതിരല്ല, ഒരു പ്രത്യയശാസ്ത്രത്തിനും അദ്ദേഹം എതിരല്ല. അതുകൊണ്ടാണല്ലോ പറഞ്ഞ അദ്ദേഹം വാസ്തവത്തിൽ വളരെ ബുദ്ധിയുള്ള ഒരു സമർത്ഥനായ ഒരു മുഖ്യമന്ത്രിയാണ്, ബീഹാറിനെ സ്നേഹിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് ബീഹാർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിലെ ജംഗിൾ രാജ് ഭരണം, ലല്ലു പ്രസാദ് യാദവിന്റെ ആ ജംഗിൾ രാജ് ഭരണം അല്ലെങ്കിൽ കാലിത്തീറ്റ കുംഭകോണ ഭരണം, അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ഒരു സദ്ഭരണം നടത്തി. നല്ല ഭരണമായിരുന്നു. ഒരു ഈഗോ ക്ലാഷിൽ അദ്ദേഹം തിരിച്ചുപോയി. ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, ലല്ലു പ്രസാദ് യാദവിന്റെ കൂടെ കൂടി. പക്ഷെ ലല്ലു പ്രസാദ് യാദവിന്റെ കൂടെ കൂടി ഇപ്പൊ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. കാരണം ഇനി അങ്ങോട്ട് ഭരിക്കണമെങ്കിൽ ലല്ലു പ്രസാദ് യാദവിന്റെ മകനുമായി, ആ മകനും ആ കുടുംബവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 950 കോടി മാത്രമല്ല, അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് തന്നെ അത്യന്തം അപകടകരമായ അന്തരീക്ഷം. ഒരു രാഷ്ട്രീയമായിട്ട് നിതീഷ് കുമാർ ഇല്ലാതാവാൻ പോകുന്നു എന്ന് സ്വയം മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായും മാറ്റമുണ്ടാവും. ആ മാറ്റം
മാറ്റം അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവും. അദ്ദേഹം ഒരു രാഷ്ട്രീയ നയതന്ത്രജ്ഞനാണ്, ഒരു രാഷ്ട്രീയ നേതാവാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ ബീഹാറിൽ മുന്നോട്ട് പോയാൽ ഈ വഞ്ചി മുങ്ങും, ഈ കപ്പൽ മുങ്ങുമെന്ന് മനസ്സിലാകുമ്പോൾ ഞാൻ ചോദിക്കട്ടെന്ന്, എന്താ MP വീരേന്ദ്രകുമാർ ഇപ്പോ ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നത്? എന്തിനാണ് ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ വീരേന്ദ്രകുമാറിനെ ക്ഷണിച്ചത്? ഇതൊക്കെ അധാർമികമല്ലേ? ഇതൊക്കെ അവസരവാദപരമല്ലേ? ഇനിയും കോൺഗ്രസിൽ നിന്നാൽ രക്ഷപ്പെടില്ല എന്ന തോന്നലുകൊണ്ടല്ലേ MP വീരേന്ദ്രകുമാർ ഇടതുപക്ഷവുമായി ചേരാൻ നിൽക്കുന്നത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ MP വീരേന്ദ്രകുമാർ കോൺഗ്രസുമായി കൂടിച്ചേർന്ന ആളല്ലേ? അങ്ങനെയാണെങ്കിൽ എല്ലാ MLA സ്ഥാനവും രാജിവെച്ചുകൊണ്ടായിരിക്കുമോ ഇടതുപക്ഷത്തിന്റെ കൂടെ പോകുക? അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ രാജിവെക്കാൻ അതിന് MLA സ്ഥാനം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ മടങ്ങിയെത്താം. കോൺഗ്രസിന്റെ കൂടെ UDFന്റെ കൂടെ നിന്നാൽ വിനാശമാകും ഉണ്ടാകുക എന്ന തിരിച്ചറിവാണോ മാറി ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റ് പോലും ജയിക്കാൻ ജനതാദൾ യുണൈറ്റഡിനെ സംബന്ധിച്ച് കഴിഞ്ഞില്ല. ആ അർത്ഥത്തിൽ അപ്രസക്തമായി 0 ആയിപ്പോയി. ഇനി ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കണമെങ്കിൽ അത് ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നാലേ പറ്റൂ എന്ന അവസ്ഥ കൂടി ഉണ്ടോ? ഇതിനെ അതിന്റെ ഒരു അവസരമാക്കി എടുക്കാൻ നിങ്ങളുടെ പാർട്ടി തയ്യാറാകുമോ? ഞങ്ങൾ രാഷ്ട്രീയ നിലപാട് മാറുന്നു എന്ന അഭിലാഷ ആരാണ് പറഞ്ഞിട്ടുള്ളത്? ഞങ്ങൾ അത്തരത്തിലൊരു തീരുമാനമോ ആലോചനയോ ചർച്ചയോ പാർട്ടിയുടെ ഒരു വേദിയിലും നടത്തിയിട്ടില്ല. ഞങ്ങൾ UDFന്റെ ഘടകകക്ഷിയായി തുടരുകയാണ്. UDFന്റെ ഘടകകക്ഷിയായി തുടരുമ്പോഴും ചില പരാതികൾ ഞങ്ങൾക്കുണ്ട്. ആ പരാതികൾ ഉണ്ട് എന്നുള്ളതിന്റെ അർത്ഥം മുന്നണി മാറുന്നു എന്നുള്ളതല്ല. അതിനെയൊക്കെ തെറ്റായ വ്യാഖ്യാനിക്കുകയാണ്. ഞങ്ങൾ CPMന്റെ മുന്നിലോ കോടിയേരി ബാലകൃഷ്ണന്റെ മുമ്പിലോ ഞങ്ങൾ മുന്നണിയിലേക്ക് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആരും പോയിട്ടുമില്ല. കോടിയേരി ബാലകൃഷ്ണനും CPMഉം ഞങ്ങളെ ക്ഷണിക്കുന്നു എന്നുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുമായി നടത്തിയ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള വ്യാഖ്യാനം കൊടുക്കുന്നതും ശരിയല്ല. ഞങ്ങൾ UDFന്റെ ഭാഗമായി നിൽക്കുകയാണ്. UDFന്റെ ഘടകകക്ഷി എന്ന നിലയിൽ തുടരുക തന്നെ ചെയ്യും. റൈറ്റ്, ആ നിലപാട് താങ്കൾ വ്യക്തമാക്കിയല്ലോ. ഞാൻ മടങ്ങിയെത്താം. ശ്രീ ജേക്കബ് ജോർജ്, ഇതിപ്പോൾ ബീഹാറിൽ മാത്രമല്ല ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗോവയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത് കോൺഗ്രസ് ആണ്, മണിപ്പൂരിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത് കോൺഗ്രസ് ആണ്. പക്ഷേ രണ്ടിടത്തും ഭരണം നേടാൻ കഴിഞ്ഞില്ല. ഏറ്റവും വലിയ ഒറ്റകക്ഷി ആകാതിരുന്ന അല്ലെങ്കിൽ ആകുന്നതിൽ പരാജയപ്പെട്ട BJPക്ക് അവിടെ രണ്ടിടങ്ങളിലും ഭരിക്കാൻ കഴിയുന്നു. ഇപ്പോൾ അവിടെ സുഗമമായി ഈ 2 സംസ്ഥാനങ്ങളിലും ഭരണം മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴും ഈ സഖ്യ രാഷ്ട്രീയവും അതിൻ്റെ തന്ത്രജ്ഞതയും വരുമ്പോൾ കോൺഗ്രസിന് ഫലപ്രദമായി ഇടപെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയായി ഈ ബീഹാറിനെ കൂടി കാണാമോ? തീർച്ചയായിട്ടും അഭിലാഷേ, രാഷ്ട്രീയത്തിൽ നേതാവ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ആരാണ് നിങ്ങളുടെ നേതാവ് എന്നൊരു വലിയ ചോദ്യമുണ്ട്. BJPക്ക് ശക്തരായ 2 നേതാക്കന്മാരുണ്ട്. അവരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്നത്. ബീഹാർ കണ്ടില്ലേ, വളരെ ചടുലമായ നീക്കങ്ങളിലൂടെ, രഹസ്യമായ തന്ത്രങ്ങളിലൂടെ അവരാദ്യം ഗവർണറെ അവിടെ വെച്ചു. ആ ഗവർണറെ എന്നിട്ട് രാഷ്ട്രപതിയാക്കി. എന്നിട്ട് സുശീൽ മോഡി അവിടെ വളരെ ക്രിയാത്മകമായിട്ട് ഇടപെട്ടു. ലാലു പ്രസാദ് യാദവിനെതിരെ അംഗം കുറിച്ചു. അതൊക്കെ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു കാരണവശാലും ആ ഗവൺമെന്റിന് മുന്നോട്ട് പോകാനാവാത്ത ഒരു സ്ഥിതിവിശേഷം അവരുണ്ടാക്കി. അതിനകത്ത് പിന്നിൽ തന്ത്രമുണ്ട്, രാഷ്ട്രീയമുണ്ട്, ശക്തമായ നീക്കങ്ങളുണ്ട്. അതുപോലെയുള്ള നീക്കങ്ങൾ പിടിച്ചു നിൽക്കാനുള്ള ശേഷി കോൺഗ്രസിനില്ല. ജവഹർലാൽ നെഹ്റു 17 വർഷം ഇന്ത്യ ഭരിച്ച മഹാനായ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ പോലും തയ്യാറാകാത്ത ഒരു രാഷ്ട്രപതിയാണ് BJPക്കുള്ളത്. ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ പറഞ്ഞുവല്ലോ, കോൺഗ്രസ് മുക്ത ഭാരതം അതാണ് ലക്ഷ്യമെന്ന്. നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ള ഇന്ത്യയുടെ പാരമ്പര്യം, ഇന്ത്യയെ ഈ നിലയിലേക്ക് എത്തിയ അസാമാന്യ തൃഷ്ണാശാലിയായിരുന്നു ജവഹർലാൽ നെഹ്റു. ആ ജവഹർലാൽ നെഹ്റുവിനെ പോലും മറക്കുന്നത് കണ്ടിട്ട് ഒരു വിരൽ അനക്കാൻ കഴിയാതെ വിഷമിച്ച് നിൽക്കുകയാണ് കോൺഗ്രസ്. അത്രയ്ക്ക് ദയനീയമാണ് അഭിലാഷ് കോൺഗ്രസ് നേതൃത്വം. ആ നേതൃത്വത്തിന്റെ പാപ്പരത്തം തന്നെയാണ് ഇതുപോലെ BJPക്ക് ബുൾഡോസിംഗ് നടത്താനുള്ള ശേഷി കൊടുത്തത്. അത് BJPയെ ഞാൻ കുറ്റപ്പെടുത്തില്ല, കോൺഗ്രസിന്റെ പാപ്പരത്തം തന്നെയാണ് ഇതിന് കാരണം. റൈറ്റ്, കോൺഗ്രസും BJPയും തമ്മിലുള്ള വ്യത്യാസം ശ്രീ PM സുരേഷ് ബാബു, നമുക്ക് മനസ്സിലാകുന്നത് പോലെ അധികാരമില്ലാത്തതിന്റെ വ്യത്യാസം കൂടിയുണ്ട്. അധികാരം ഉള്ള പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഈ സംസ്ഥാനങ്ങളിലൊക്കെ രാഷ്ട്രീയ പ്രതിസന്ധി വന്നപ്പോൾ ആ അധികാരത്തിന്റെ സൗകര്യം ഉപയോഗിച്ചിരിക്കാം. പക്ഷേ എങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് മികച്ച ഒരു നേതൃത്വമുണ്ട് എങ്കിൽ, ഈ പ്രതിസന്ധികൾ അനായാസേന കൈകാര്യം ചെയ്ത് പരിചയമുള്ള ഒരു നേതൃത്വമുണ്ട് എങ്കിൽ സ്ഥിതിഗതികൾ മറ്റൊന്നാകുമായിരുന്നില്ലേ?
ശ്രീ സുരേഷ് ബാബു, അദ്ദേഹത്തിലേക്ക് പോകാൻ സാധിക്കുന്നില്ല, ചെറിയ സാങ്കേതിക തകരാറുണ്ട്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരതം നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ അത് അധാർമികമായി ചെയ്യുക എന്ന ഒരു ലക്ഷ്യം കൂടി ഉണ്ടോ? ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ, ശ്രീ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ ഫലപ്രദമായി നിതീഷിനെ ട്രാപ്പ് ചെയ്തു. നിതീഷിനെ സംബന്ധിച്ച് ഈ മുന്നണിയുടെ മുഖ്യമന്ത്രിയായി ഇരുന്നാൽ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ കൈയൊഴിയുമോ എന്നൊരു പേടി അദ്ദേഹത്തിൽ സൃഷ്ടിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ വന്നു. അത് അന്വേഷണ ഏജൻസികളുടെ രൂപത്തിൽ വരും, മറ്റു തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളുടെ രൂപത്തിൽ വരും. അങ്ങനെ പ്രതിപക്ഷത്തുള്ള അല്ലെങ്കിൽ നിങ്ങളെ എതിർക്കുന്നു എന്ന് കാണുന്ന രാഷ്ട്രീയ കക്ഷികളെ അധികാരത്തിൻ്റെ സാധ്യതകൾ കൂടി വിനിയോഗിച്ചുകൊണ്ട് ഫലപ്രദമായി ഒരു കൂട്ടിലടക്കുക എന്നുള്ളത് കൂടി ചെയ്യുന്നുണ്ടോ? അഭിലാഷേ, ഭാരതീയ ജനതാ പാർട്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, അധികാരത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. ഇന്ത്യയിൽ നിറഞ്ഞു കവിഞ്ഞ് 29 സംസ്ഥാനങ്ങളിലും ഭരിക്കാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. ഈ രാഷ്ട്രീയ തന്ത്രജ്ഞത എന്ന് പറയുന്നത് കോൺഗ്രസിന് മാത്രമുള്ളതല്ല, CPM-ന് മാത്രമുള്ളതല്ല. ഇവിടെ 77-ലെ കാര്യവും 80-ലെ കാര്യവും ഒന്നും ഞാൻ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. നേരത്തെ ശ്രീ ജേക്കബ് ജി കാര്യം സൂചിപ്പിച്ചു. എന്താണെന്ന് വെച്ചാൽ നെഹ്റുവിന്റെ പറ്റി ഒരു അക്ഷരം പോലും പറയാത്ത രാഷ്ട്രപതി എന്ന് പറഞ്ഞു. ശരിയാണ്, നെഹ്റു ലെഗസി ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ നെഹ്റു പാരമ്പര്യം ഇഷ്ടപ്പെടുന്നില്ല. നെഹ്റുവിന്റെ കുടുംബമല്ലാത്ത, നെഹ്റുവിന്റെ കുടുംബ പാരമ്പര്യമില്ലാത്ത, നെഹ്റു പാരമ്പര്യത്തിന്റെ ഗർഭപാത്രത്തിൽ പറക്കാത്ത, അതിന്റെ പാരമ്പര്യം പേറാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ആശയ പ്രസ്ഥാനവുമാണ് ഞങ്ങളുടേത്. അതിനകത്ത് ഒരു സംശയവുമില്ല. നെഹ്റു വ്യക്തിപരമായി പല നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം, പക്ഷെ ആ പാരമ്പര്യത്തെ ഞങ്ങൾ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം അദ്ദേഹം മനസ്സിലാക്കണം. ഈ JDU-വിന്റെ നേതാവാരായിരുന്നു സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബഹുമാന്യനായ രാമനോഹർ ലോഹിയാണ് അതിന് നേതൃത്വം കൊടുത്തത്. രാമനോഹർ ലോഹിയാണ് ഒരുപക്ഷെ ദീനദയാൽ ഉപാധ്യായെ പോലും നെഹ്റു വിരുദ്ധനാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നെഹ്റുവുമായിട്ടുള്ള ഒരു എതിർചേരിയിൽ കൊണ്ടുവന്ന് നെഹ്റു വിരുദ്ധ കൂട്ടുകെട്ട് ഇന്ത്യയിൽ ആദ്യം ഉണ്ടാക്കിയത് രാമനോഹർ ലോഹിയാണ്. അദ്ദേഹവും ദീനദയാൽജിയും ഒരുമിച്ചാണ് ബീഹാർ അടക്കമുള്ള സ്ഥലത്ത് സ്വതന്ത്ര പാർട്ടിയുമായി ചേർന്ന് ഭരിച്ചിട്ടുള്ളത്. ആ ഒരു വഴിയിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ JDU-വിന് മാത്രമല്ല, അതായത് ഈ നിതീഷ് കുമാറിന് മാത്രമല്ല, മുലായം സിംഗ് യാദവിന് പോലും വരേണ്ടി വരും. കാരണം സോഷ്യലിസ്റ്റ് മനസ്സ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പൂർവ്വകാല ജനസംഘവുമായി അന്നു മുതലേ ബന്ധമായിരുന്നു. നമുക്കറിയാമല്ലോ. പിന്നെ 2 അംഗത്വ പ്രശ്നം വന്നതും അവർ വഴിപിരിഞ്ഞതും ഞാൻ അതിന്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല ശ്രീ ബി ഗോപാലകൃഷ്ണൻ. പക്ഷേ നെഹ്റുവിന്റെ പരമ്പരയിൽപ്പെട്ട ആളുകളോട് രാഷ്ട്രീയമായ അകൽച്ച നിങ്ങൾക്ക് കാണിക്കാം. പക്ഷേ ജവഹർലാൽ നെഹ്റു എന്ന നവഭാരത ശില്പി ഈ രാജ്യത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ, അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി എന്നുള്ള കാര്യവും അങ്ങോട്ട് അദ്ദേഹത്തിന്റെ പാരമ്പര്യവും ഒന്നും മായ്ച്ചു കളയാൻ പറ്റുന്നതല്ല എന്നുകൂടി ഞാൻ പറയുന്നു, എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഞാൻ മടങ്ങിയെത്താം. ശ്രീ PM സുരേഷ് ബാബു, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ പല സംസ്ഥാനങ്ങൾ ഇനി വരുന്ന വർഷങ്ങളിൽ, ഈ വരാൻ പോകുന്ന വർഷങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അവിടങ്ങളിലൊക്കെ ഈ നേതൃത്വത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ബീഹാറിന്റെ PCC അധ്യക്ഷനെ കാണാൻ 72 മണിക്കൂർ കഴിഞ്ഞാണ് രാഹുൽ ഗാന്ധി തയ്യാറായതെന്നാണ് ഇന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്ന് പറയാൻ ഡൽഹിയിലേക്ക് പോയിട്ട് അദ്ദേഹത്തിനെ കാണാൻ പോലും പറ്റുന്നില്ലെങ്കിൽ അത് കഷ്ടമാണല്ലോ. പല സംസ്ഥാനങ്ങളിലും സമാനമായ സാഹചര്യം ഉണ്ടാകും. അവിടങ്ങളിൽ ഓരോരോ രാഷ്ട്രീയ പ്രതിസന്ധികൾ വരുന്ന ഘട്ടങ്ങളിൽ എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. നോർത്ത് ഈസ്റ്റിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. അവിടെ ഇപ്പോഴുള്ള BJP-യുടെ നേതാക്കളും മുഖ്യമന്ത്രിമാരും ഒക്കെ കോൺഗ്രസിന്റെ സംഭാവനകളാണ്. അപ്പോൾ ആ നിലയ്ക്ക് മുകളിൽ നിന്ന് ഈ കാര്യങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ വരുന്ന വീഴ്ച ഒരു പ്രശ്നമാണോ? അല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അഭിലാഷ്. കാരണം അവിടെ ഒരു സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻസും സ്റ്റാൻഡിംഗ് ഓർഡേഴ്സും പോലെ ഒരു വസ്തുത ഉണ്ട്. PCC പ്രസിഡന്റുമാരും കേരളത്തിലെ ഇന്ത്യ രാജ്യത്തെ CLP കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡേഴ്സും അവർ ചെന്ന് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ദിവസം തന്നെ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്ന ഒരു രീതിയാണ് അവിടെയുള്ളത്. പിന്നെ 72 മണിക്കൂർ എങ്ങനെ കാത്തു നിൽക്കേണ്ടി വന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാവാൻ കഴിയില്ല, ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കോൺഗ്രസ് പ്രസിഡന്റിനെ കാണാൻ ഈ 2 വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, PCC പ്രസിഡന്റുമാരും CLP ലീഡേഴ്സും, അവർക്ക് അതത് ദിവസങ്ങളിൽ, പിന്നെ മറ്റേതെങ്കിലും തരത്തിൽ അവർ ഔട്ട് ഓഫ് സിറ്റിയോ മറ്റോ അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു ദിവസത്തിന്റെ സമയവും സാവകാശവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ഇനി അഥവാ അങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക, 78 മണിക്കൂറുകളൊക്കെ കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക,
അങ്ങനെ വന്നാൽ തന്നെ അത് തിരുത്തേണ്ടതാണ് എന്ന കാര്യത്തിലും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അത് തിരുത്തണം. ഏത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെതായാലും അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാനുള്ള അനുവാദവും സൗകര്യവും ഒക്കെ രാഷ്ട്രീയത്തിന്റെ ഓൾ ഇന്ത്യ ലീഡർഷിപ്പിൽ അത് ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ അത് തിരുത്തേണ്ടതാണ്. തിരുത്തണം എന്നുള്ളത് നേതൃത്വത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് ഞങ്ങൾക്കാർക്കും ഒരു മടിയുമില്ല. റൈറ്റ്, അതാണ് കോൺഗ്രസ് വിശദീകരിക്കുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, ഒരു മഹാഗഡ്ബന്ധൻ ദേശീയ തലത്തിൽ രൂപീകരിക്കുക എന്നുള്ളത് BJPയെ പരാജയപ്പെടുത്തണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, ഒരു പ്രധാനപ്പെട്ട ഉണ്ടായി വരേണ്ട ഫോർമുലയാണ്. അങ്ങനെ നമ്മൾ വിഭാവനം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്തിട്ടുള്ള കാര്യം തൃണമൂൽ കോൺഗ്രസും ഇടതുപക്ഷവും മായാവതിയും അഖിലേഷും ഒക്കെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ വരുന്നത് പോലും അസാധ്യമല്ല എന്ന മട്ടിലൊക്കെയാണ്. ബീഹാറിലെ സംഭവ വികാസങ്ങൾ 2019 ഒരുപക്ഷെ ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു മഹാസഖ്യത്തിന് വലിയ തോതിലുള്ള ഒരു നെഗറ്റീവ് സിഗ്നൽ നൽകുന്ന ഒന്നാണോ? തീർച്ചയായിട്ടും വലിയ വലിയ രാഷ്ട്രീയ ഘടകങ്ങളുണ്ട് അഭിലാഷ്. ഇന്ത്യ ഒരു വലിയ രാജ്യമല്ലേ, നാനാജാതി മതസ്ഥർ, വിവിധ ഭാഷക്കാർ, അപ്പോൾ ഇവരുടെ ഒരു പല സംസ്കാരക്കാർ, ഇവരെ എല്ലാം ഏകീകരിച്ചു കൊണ്ടുപോകാൻ ഹിന്ദുത്വ എന്ന ഒരേ ഒരു മന്ത്രം ജപിക്കുന്ന BJPക്ക് കഴിയില്ല. അതിനകത്ത് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും മായാവതിയും അവരൊക്കെയും ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു വിശാലമായ അർത്ഥത്തിൽ ഒരു ദേശീയ ബദലുണ്ടാക്കാൻ കഴിയും. പക്ഷെ അപ്പോഴും പ്രശ്നം ആരാണ് ദേശീയ തലത്തിൽ ഇതിന് നേതൃത്വം കൊടുക്കുക എന്നുള്ളതുണ്ട്. ഒരു ദേശത്തിന്, രാജ്യത്തിന് ഒരു നേതാവ് ഉണ്ടാവണം. ആ ഒരു നേതാവ് ഉരുത്തിരിയണം. പല പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ ആ പല പ്രശ്നങ്ങൾക്കിടയിൽ നിന്നായിരിക്കും ഒരു നേതാവ്. പണ്ട് JP ഉയർത്തെഴുന്നേറ്റില്ലേ, ഒരു വലിയ ശക്തിയായി, ഒരു തരംഗമായി ഇന്ത്യയെ ആകെ വീശിയില്ലേ ഒരു JP തരംഗം. അതേപോലെ ഒരു തരംഗം ഉണ്ടാവുകയും ഒരു പ്രതിപക്ഷ ഐക്യനിര രൂപപ്പെടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നേതാവ് ഉയർന്നു വരും. എങ്കിൽ മാത്രമേ BJPക്ക് എതിരെ ഞാനൊരിക്കലും BJP വിമുക്ത ഭാരതം എന്ന് പറയുകയല്ല. പക്ഷെ ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ ഒന്ന് ഓർക്കണം, ഇന്ത്യക്ക് രൂപം നൽകിയത്, ആധുനിക ഭാരതത്തിന് ശക്തിയും കരുത്തും പകർന്നു നൽകിയത് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വമായിരുന്നു. ആ നേതൃത്വമാണ് ഇന്ന് കോൺഗ്രസിന് ഇല്ലാതായത്. കോൺഗ്രസിനെ പക്ഷെങ്കിലെ നെഹ്റു കുടുംബത്തിലേക്ക് തളച്ചിടാൻ ശ്രമിച്ചു എന്നതാണ് കോൺഗ്രസിന്റെ പരാജയം. അത് കോൺഗ്രസിന്റെ മാത്രം പരാജയമാണ്. ഒരു പാർട്ടി, രാഷ്ട്രീയ പാർട്ടി പ്രൊഫഷണൽ ആയിരിക്കണം. അതിന്റെ നേതൃത്വം അണികളിൽ നിന്ന് ഇവോൾവ് ചെയ്യുന്നതായിരിക്കണം, അണികളിൽ നിന്ന് ഉരുത്തിരിയുന്നതായിരിക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു കുടുംബത്തെ നോക്കിയല്ല നേതാവിനെ നിശ്ചയിക്കേണ്ടത്. അതാണ് കോൺഗ്രസ് ഇനിയും പഠിക്കേണ്ട പാഠം, തിരുത്തേണ്ട കാര്യം. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നത് ദേശീയ തലത്തിൽ ഒരു ബദൽ ഉണ്ടാവണം. ഒരു UPA ഒന്നിനു ശേഷം വേറൊരു ഗവൺമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന് ഈ ക്ഷീണം ഉണ്ടാവുമായിരുന്നില്ല. അതുകൊണ്ട് BJPക്കും ക്ഷീണം ഉണ്ടാവാതിരിക്കണമെങ്കിലും 2019 BJP പരാജയപ്പെട്ട ഒരു ബദൽ ശക്തി ഇന്ത്യ മഹാരാജ്യം ഭരിക്കാൻ ഉയർത്തെഴുന്നേൽക്കണം. റൈറ്റ്, ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ ഒരു നേതാവ് വേണം. ശ്രീ PM സുരേഷ് ബാബു, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വലിയ തിരിച്ചടി കോൺഗ്രസിന് നേരിട്ടതിൽ നിന്ന് തിരിച്ചു വരാൻ കഴിഞ്ഞത് അവിടെ ഇന്ദിരാഗാന്ധി എന്നൊരു നേതാവ് ഉള്ളത് കൊണ്ടാണ്. ഇവിടെ BJPയുടെ കയ്യിൽ നിന്ന് 2014 വലിയൊരു തിരിച്ചടി നേരിട്ടു. 2019 തിരിച്ചു വരണമെങ്കിൽ അതുപോലെ ഒരു നേതാവ് വേണ്ടേ? നേതാവിൻ്റെ അഭാവമോ നേതൃശൂന്യതയോ ഒരു മഹാസഖ്യം ഉണ്ടാകുന്നതിനോ സജീവമായി അധികാര രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുന്നതിനോ ഒരു തടസ്സമാണോ? അതൊരു താത്വികമായ ഒരു പ്രശ്നത്തിനെ കുറിച്ച് സമീപിക്കുമ്പോൾ അത് ഒരു ശരിയാണ്. താത്വികമായി മാധ്യമങ്ങളുടെ ഇടയിലുള്ള ചർച്ചകളൊക്കെ ആ രൂപത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാലോ, 18 പാർട്ടികൾ ചേർന്നുകൊണ്ടുള്ള ഒരു മഹാസഖ്യം പോലെ ഒരു രാഷ്ട്രീയ സംവിധാനം കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ഇനി വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും അതിന്റെ ബാക്കിയുള്ള റിഫ്ലക്ഷൻസ് നമ്മൾക്ക് കാണാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ ഈ കാര്യത്തിൽ മാധ്യമ ചർച്ചകളിലും മാധ്യമങ്ങളിലും വാർത്തകളിലും ചർച്ചകളിലുമായി ഒതുങ്ങിക്കുന്നതിന് പകരമായി രാഷ്ട്രീയ നേതൃത്വങ്ങൾ, ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഈ കാര്യത്തിൽ ഒരു ഏകത്വം കൊണ്ട് അവർക്കരുടെ ഇടയിൽ ഒരിക്കൽ പോലും ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേതൃശൂന്യതയുണ്ട് എന്നൊരു ആക്ഷേപം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. അവരാരും ജനങ്ങളോട് പറഞ്ഞിട്ടുമില്ല. കോൺഗ്രസ് പ്ലാറ്റ്ഫോറത്തിൽ നിൽക്കാൻ തയ്യാറുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് കൂടി ഉൾപ്പെടുന്ന പ്ലാറ്റ്ഫോറത്തിൽ നിൽക്കുന്ന ഘടകകക്ഷികളായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും കോൺഗ്രസിന് നേതൃത്വ ദാരിദ്ര്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നേതൃത്വത്തെ ഉടച്ചുവാർക്കൽ വേണം എന്നൊരു ആവശ്യവും ഉന്നയിച്ചിട്ടില്ല. ഞങ്ങളുടെ പാർട്ടിക്ക് അത്തരമൊരു ബോധ്യവും വന്നിട്ടില്ല. ഇനി എന്തെങ്കിലും തരത്തിൽ ബഹുജനങ്ങളിൽ നിന്ന്
മാധ്യമങ്ങളിൽ നിന്ന് അത്തരം കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്കും നിർദ്ദേശത്തിനുമായി വരികയാണെങ്കിൽ അത് ഗൗരവത്തോടുകൂടി പരിഗണിക്കുന്നതിന് കോൺഗ്രസിന് കുഴപ്പവുമില്ല, അല്ലെങ്കിൽ കോൺഗ്രസിന് അത് മടി കാണിക്കുകയുമില്ല. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ശ്രീ PM സുരേഷ് ബാബു, ശ്രീ ഫിറോസ്, ശ്രീ ജേക്കബ് ജോർജ്, ഒപ്പം ഫോണിൽ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ഷേഖ് പി ഹാരിസ്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഗായിക റിമി ടോമിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ദിലീപും റിമിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്നും ആക്രമിക്കപ്പെട്ട നടിയുമായി റിമി പിണങ്ങിയിട്ടുണ്ടോ എന്നുമാണ് ഫോണിൽ ചോദിച്ചറിഞ്ഞത്. അതേസമയം തന്നെ ആരും ചോദ്യം ചെയ്തിട്ടില്ലെന്നും ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് ചെയ്തതെന്നും റിമി ടോമി പ്രതികരിച്ചു. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഗായിക റിമി ടോമിയിൽ നിന്നും അന്വേഷണ സംഘം ചില വിവരങ്ങൾ തേടുകയാണ് ഉണ്ടായത്. ഫോണിൽ വിളിച്ച റിമിയോട് അന്വേഷണ സംഘം കാര്യങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു. റിമിയും ദിലീപും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അന്വേഷണ സംഘം തിരക്കി. മാത്രമല്ല, ദിലീപിന്റെ സംഘത്തോടൊപ്പം അമേരിക്കയിൽ സ്റ്റേജ് ഷോ അവതരിപ്പിക്കാനുണ്ടായ സാഹചര്യവും പോലീസ് ചോദിച്ചറിഞ്ഞു. 2 തവണ താൻ ദിലീപിന്റെ സംഘത്തോടൊപ്പം അമേരിക്കയിൽ പര്യടനം നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ റിമി ദിലീപുമായി സാമ്പത്തിക ഇടപാടുകളില്ലെന്നും വ്യക്തമാക്കി. ആക്രമിക്കപ്പെട്ട നടിയുമായി റിമി ടോമി പിണക്കത്തിലായിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചറിഞ്ഞു. എന്നാൽ നടിയുമായി പിണക്കമില്ലെന്നും പക്ഷേ ആക്രമണത്തിനിരയായ ശേഷം നടിയെ വിളിച്ചിട്ടില്ലെന്നും റിമി മറുപടി നൽകി. കാവ്യമാധവനുമായി ഇക്കാര്യം സംസാരിച്ചിരുന്നെന്നും റിമി അന്വേഷണ സംഘത്തോട് പറഞ്ഞു. അതേസമയം റിമിയുടെ ഉത്തരങ്ങളിൽ ചില പൊരുത്തക്കേടുകളുണ്ടെന്ന് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതിനിടയിൽ പോലീസ് ചോദ്യം ചെയ്തെന്ന വാർത്ത റിമി നിഷേധിച്ചു. പല ന്യൂസുകളും ഈ സോഷ്യൽ മീഡിയയിലൂടെ വരുവാണ്. എന്നെ ഇത്രമാത്രം അവർ എന്താണ് ഇതിനോട് ഇത്ര ശത്രുത എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു ചില്ലിക്കാശിന്റെ ഇടപാട് ഞാനോ ദിലീപോ കാവ്യോ ബിസിനസ് പരമായിട്ടോ അല്ലാണ്ടോ എന്റെ അക്കൗണ്ടോ അല്ലെങ്കിൽ വേറെ എന്റെ ബന്ധുക്കാരുടെ ഫ്രണ്ട്സിന്റെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ടോ ഇല്ലയോ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയട്ടെ. ഞാനിപ്പോ ഈ ന്യൂസ് വന്നതിന് ശേഷം പോലീസിനെ അങ്ങോട്ട് വിളിച്ചു, അതായത് ബൈജി പോലീസ് പറഞ്ഞ അദ്ദേഹത്തിനെ വിളിച്ച് ചോദിച്ചിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അപ്പൊ അവർ പറഞ്ഞു, ഈ ന്യൂസുകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയത്തില്ലേ പോലീസ് അല്ല ഈ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് ഹാജരാകണമെന്ന് അന്വേഷണ സംഘം റിമിയെ അറിയിച്ചു. സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി. കൊച്ചി കരുമാലൂരിൽ ദിലീപ് കയ്യേറിയതായി ആരോപണമുള്ള ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്ന നടപടി റവന്യൂ അധികൃതർ ആരംഭിച്ചു. ഇവിടെയുള്ള 2 ഏക്കർ ഭൂമിക്കൊപ്പം 1/2 ഏക്കർ പുഴ പുറമ്പോക്ക് ദിലീപ് കയ്യേറിയെന്നാണ് ആരോപണം. എറണാകുളം കരുമാലൂരിൽ ദിലീപ് കയ്യേറിയെന്ന ആരോപണമുയർന്ന ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്ന നടപടി രാവിലെ 11 മണിയോടെയാണ് ആരംഭിച്ചത്. വില്ലേജ് ഓഫീസർ PG രാജീവ്, താലൂക്ക് സർവേയർ KC സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നടപടി. റവന്യൂ രേഖകളിൽ നിലമായി രേഖപ്പെടുത്തിയ ഭൂമിയാണിത്. കൂടാതെ ഈ ഭൂമിയോട് ചേർന്ന പെരിയാറിന്റെ തീരത്തായി 1/2 ഏക്കറോളം വരുന്ന പുഴ പുറമ്പോക്ക് കൂടി കയ്യേറിയിട്ടുണ്ടെന്നാണ് ആക്ഷേപം. പുറപ്പള്ളിക്കാവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണത്തോടനുബന്ധിച്ച് പുഴയോട് ചേർന്നുള്ള ഈ ഭൂമിയിൽ 200 മീറ്ററോളം ഭാഗത്ത് 15 അടി താഴ്ചയിൽ കരിങ്കൽ സംരക്ഷണ ഭിത്തിയും കുളിക്കടവും സർക്കാർ ചെലവിൽ നിർമ്മിച്ചു നൽകിയതായും പരാതിയുണ്ട്. ഇതിനെതിരെ കരുമാലൂർ പഞ്ചായത്താണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. പുഴയോരത്ത് കയ്യേറിയ മുഴുവൻ ഭൂമിയും അളന്ന് കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെയും BJPയുടെയും നേതൃത്വത്തിൽ സ്ഥലം അളക്കുന്നയിടത്തേക്ക് പ്രകടനം നടത്തി. മുഴുവൻ അനധികൃത കയ്യേറ്റങ്ങളും തിരിച്ചുപിടിക്കുക. അതിനിടെ ദിലീപ് കയ്യേറിയ സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന മതിൽ DYFI പ്രവർത്തകർ തകർക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി. പോലീസ് പ്രതിഷേധക്കാരുടെ നീക്കം തടഞ്ഞു. റിപ്പോർട്ടർ, കൊച്ചി. കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിയെക്കുറിച്ച് മോശം പരാമർശം നടത്തിയെന്ന പരാതിയിൽ സെൻകുമാറിനെതിരെ അന്വേഷണം. സെൻകുമാറിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ DGPക്ക് കഴിഞ്ഞ ദിവസം നിയമോപദേശം ലഭിച്ചിരുന്നു. ADGP സന്ധ്യക്കാണ് അന്വേഷണ ചുമതല. സിനിമയിലെ വനിതാ കൂട്ടായ്മയുടെ പരാതിയിലാണ് അന്വേഷണം. വിരമിച്ചതിനു ശേഷം ഒരു വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിനിടെ വന്ന ഫോൺ സംഭാഷണത്തിലാണ് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിയെക്കുറിച്ച് സെൻകുമാർ വിവാദ പരാമർശം നടത്തിയത്. സെൻകുമാറിന്റെ പരാമർശത്തിനെതിരെ സ്ത്രീ കൂട്ടായ്മകൾ DGPക്ക് പരാതി നൽകിയിരുന്നു. ഇതേക്കുറിച്ച് അന്വേഷിച്ച ADGP B സന്ധ്യ സർക്കാരിന് റിപ്പോർട്ടും സമർപ്പിച്ചു. സെൻകുമാറിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുക്കണമെന്നാണ് സന്ധ്യയുടെ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരിക്കുന്നത്. ADGPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സെൻകുമാറിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ DGP നിയമോപദേശവും തേടി. സന്ധ്യയുടെ റിപ്പോർട്ട് ശരിവെച്ചുകൊണ്ടാണ് നിയമോപദേശം ബെഹ്റയ്ക്ക് ലഭിച്ചത്. ഔദ്യോഗിക രഹസ്യ നിയമം, കേരള പോലീസ് നിയമം, IPC 499, 509 എന്നീ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കാമെന്നും നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സെൻകുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത്. കേസിന്റെ ചുമതലയുള്ള ADGP B സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുക. സെൻകുമാറിനെതിരെ ഉടൻ FIRഉം രജിസ്റ്റർ ചെയ്യും. മതസ്പർദ്ധ വളർത്തുന്ന വിധത്തിൽ പരാമർശങ്ങൾ നടത്തിയെന്ന പരാതിയിൽ സെൻകുമാറിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണവും നടക്കുന്നുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.